അന്ന് പി ജോർജ് പ്രധാനപ്പെട്ട നേതാവാണല്ലോ. പി ജോർജ് എപ്പോഴും ഒരു സ്വർണ്ണ കളറൊക്കെ ഉള്ളത്, അതുപോലെയൊക്കെയുള്ള ചില ഉടുപ്പാണ് ഇടുക. അത് ഖാദി തന്നെ ആയിരിക്കും, പക്ഷേ ആ രീതിയിൽ ആ നിറത്തിലൊക്കെയാണ് വരിക. അതുപോലെ വേറൊരാളായിരുന്നു വ്യത്യസ്തനായി വന്നുകൊണ്ടിരുന്ന ചെറിയാൻ ഫിലിപ്പ് എപ്പോഴും ഏതെങ്കിലും തരത്തിൽ എന്താണ് ഈ സാധാരണ വെള്ള ഖദറല്ല ഉപയോഗിക്കുക, വ്യത്യസ്തനായിരുന്നു. പക്ഷേ അവരൊക്കെ ഖാദി ഉപയോഗിക്കാൻ ആ സമയത്ത് ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. കാലം മാറി. ഈ സമയത്ത് ഇപ്പോൾ എനിക്ക് ഏറ്റവും ഗംഭീരമായി തോന്നിയത് അക്കാര്യത്തിൽ ശബരിനാഥൻ്റെ വിശദീകരണം തന്നെയാണ്. അതായത് ഇന്ന് ഖദറുടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ തീരുമാനിച്ചാൽ കോൺഗ്രസ്സുകാരൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ആഴ്ചയിൽ 1-2 ദിവസം വേറെ മാറ്റി വെക്കേണ്ടി വരും. കാരണം ഇത് അലക്കണമെങ്കിൽ 1-2 ദിവസത്തെ പണിയാണ്. 4 ജോഡിയോ 5 ജോഡിയോ അലക്കി തീർക്കണമെങ്കിൽ 2 ദിവസത്തെ പണിയാണത്. അത് അലക്കണം. അതിനകത്ത് എന്താണ്, പണ്ടൊക്കെ പഴയ നമ്മുടെ സുഹൃത്തുക്കളായ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ കഞ്ഞിവെള്ളം മുക്കുന്നവരുണ്ട്. കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു കടുപ്പം പോരാത്തത് കൊണ്ട് ചൗവരി കുറുക്കി അത് മുക്കി എടുക്കുന്നവരുണ്ടായിരുന്നു നമ്മുടെ സുഹൃത്തുക്കൾ പലരും. പിന്നീടാണ് ഈ റിവൈവ് പോലുള്ള സംവിധാനങ്ങളൊക്കെ വന്നത്. പക്ഷേ റിവൈവിൻ്റെ ഒന്നും ആ കനം പോരാ എന്നുള്ളതാണ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഈ രീതിയിൽ പ്രവർത്തിച്ച് പോകണമെങ്കിൽ, മുന്നോട്ട് പോകണമെങ്കിൽ വലിയ കഷ്ടപ്പാടാണ് കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചുള്ള. അവർ ഈ പുതിയ കാലത്തിൻ്റെ പുതിയ വേഷങ്ങളൊക്കെ ഇട്ട് കൂടുതൽ സമയം രാഷ്ട്രീയ പ്രവർത്തനത്തിനായി വിനിയോഗിക്കട്ടെ എന്നുള്ളത് തന്നെയാണ്